ഹായ് ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇങ്ങനത്തെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആണോ എന്ന് അറിയത്തില്ല, കാരണം ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഹോസ്റ്റലിൽ ഒരിക്കലും സൗണ്ട് ഇല്ലാതെ ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, എങ്ങനെ പോയാലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇതും ഒത്തിരി ഞാൻ മാറിക്കിരുന്ന് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ലെറ്റ്സ് ലുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ എത്രയെന്ന് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷനെ പറ്റിയാണ്. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. കാരണം ഇതിൽ നിന്ന് 5 മാർക്സ് 10 മാർക്സ് 2 മാർക്സ് ഒക്കെ ഒത്തിരി ചോദിക്കാൻ ചാൻസ് ആണ്. ആൻഡ് പൊതുവെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് യൂഷ്വലി നമുക്ക് ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് ആണ്. മൈക്രോബയോളജിയുടെ ഒരു സെക്കൻഡ് പോർഷനിൽ 38 മാർക്സ് നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് കോട്ടി, ക്രെപ്സി, വെന്റിലേറ്റർ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. പിന്നെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കത്തീറ്റർ അസോസിയേറ്റഡ്, അതുപോലെ കത്തീറ്റർ റിലേറ്റഡ്, വെന്റിലേറ്റർ, ഇത്രയും നമ്മൾ കവർ ചെയ്യും. കാരണം അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് പോകും. ഓക്കെ, ഇനി നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയണ്ടല്ലോ. നമുക്കറിയാം ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മേജർ ടൈപ്സ്. ഇപ്പോൾ മേജർ ടൈപ്സ് 2 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, കത്തീറ്റർ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, പിന്നെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ, പിന്നെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അപ്പോൾ നമ്മൾ അതിനെ കോട്ടി, ക്രെപ്സി, വാപ്പ് എന്ന് നമ്മൾ പറയാം. പിന്നെ ഇതിന് മൂന്നിന് ഔട്ട് ഓഫ് ദിസ് ഫസ്റ്റ് 3 കോട്ടി, ക്രെപ്സി ആൻഡ് വാപ്പ് ആർ ടുഗെദർ കോൾഡ് ആസ് ഡിവൈസ് അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. എന്താണ്? ഡിവൈസ് അസോസിയേറ്റഡ് ഇൻഫെക്ഷനെയാണ് കോട്ടി, ക്രെപ്സി ആൻഡ് വാപ്പിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കോട്ടിയാണ്. സോ കോട്ടി ഇസ് കൺസിഡർ ആസ് ദ മോസ്റ്റ് കോമൺ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്കറിയാം, ഒരു പേഷ്യൻ്റ് പ്രൊലോങ് ആയിട്ട്, അതായത് കുറേ നാളുകൾ യൂറിൻ കത്തീറ്റർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാണ് എങ്ങനെ പോയാലും ആൾക്ക് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനിൽ ഈ കത്തീറ്റർ അസോസിയേഷൻ ഇൻഫെക്ഷൻ ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. കാരണം 70-80% ഓഫ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഡ്യൂട്ടി ആർ ആട്രിബ്യൂട്ടഡ് ടു ദ പ്രസൻസ് ഓഫ് ആൻ ഇൻഡ്വെല്ലിംഗ് യൂറിനറി കത്തീറ്റർ. അപ്പം നമുക്കറിയാം കത്തീറ്റേഴ്സിന്റെ ടൈപ്പ് നിങ്ങൾക്കറിയോ? ഇൻഡ്വെല്ലിംഗ് ഉണ്ട്, ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർമിറ്റന്റ് കത്തീറ്റർ ഉണ്ട്. ഓക്കെ, 3 ടൈപ്പാണ് ഉള്ളത് ശരിക്കും. അതിൽ കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്നത് ഇൻഡ്വെല്ലിംഗ് കത്തീറ്ററിലാണ് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ. കാരണം പ്രൊലോങ് യൂസ് ചെയ്യുന്ന കത്തീറ്ററാണ് ഇൻഡ്വെല്ലിംഗ് എന്ന് പറയുന്നത്. അതിലാണ് കൂടുതലും ഇൻഫെക്ഷൻ കാണുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് catheter associated bacteriuria has been defined as a presence of significant bacteriuria in a characterized patient. It can be classified as catheter associated UTI, catheter bacteriuria with the symptoms of site referable to urinary tract. ഇതിലൊന്നുമില്ല പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് കേസിൽ സിംറ്റംസ് കാണിക്കും. അതായത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പൊതുവെ നമുക്ക് എന്തായിരിക്കും? ഫീവർ കാണിക്കും, അതുപോലെ തന്നെ വിറയൽ കാണിക്കും. അതൊക്കെ ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് ആണ്. പക്ഷെ ചിലർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിംപ്റ്റമാറ്റിക് ആയിരിക്കും. അതായത് അവർക്ക് പ്രത്യേകിച്ച് ഈ കത്തീറ്റർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കി കഴിയുമ്പോഴായിരിക്കും ആൾക്ക് യൂറിനറി കത്തീറ്റർ ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിയുന്നത്. Okay, in epidemiology, approximately 50-25% of hospitalized patients require urinary catheterization at some time during their hospital stay. ഉറപ്പായിട്ടും നമുക്കറിയാം, ഒരു 50-25%-ലും ഇപ്പൊ ചില ടൈമിൽ യൂറിൻ പോകാനൊക്കെ പാടായിരിക്കും, ചിലപ്പോൾ ചില ഡ്രഗ്സിന്റെ കാരണത്താലൊക്കെ. അപ്പോൾ ഉറപ്പായിട്ടും പേഷ്യൻസ് യൂറിനറി കത്തീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മോർ പ്രോൺ ടു ഇൻഫെക്ഷൻസ് ആണ് അവർ. ഓക്കെ, the risk of developing catheter bacteriuria increases with the time with an average risk of 3-10%. അതായത് ഓരോ ദിവസവും ഈ കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷന്റെ റിസ്ക് 3-10% വരെ അവിടെ കൂടുവാണ്. ഓക്കെ, ചിലപ്പോൾ പറയുന്നത് ഓരോ ദിവസം കൂടുന്നതനുസരിച്ച് ഒരു വീക്കെൻഡ് ആവുമ്പോൾ 25%-ലേക്ക് കൂടും. അതുപോലെ തന്നെ ഒരു മാസം അവസാനം ആകുമ്പോൾ ഒരു 100%-ലേക്ക് അത് മാറും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ the COTI rate varies from 0 to 5%. 1000 അതായത് ഒരു 1000 പേഷ്യൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു 1000% എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 0 to 5% അല്ലെങ്കിൽ 10% പേഷ്യൻസിന് കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇനി നമുക്ക് അതിന്റെ മൈക്രോബയോളജി നോക്കി കഴിയുമ്പോൾ ബ്രോഡ് റേഞ്ച് ഓഫ് ബാക്ടീരിയ ക്യാൻ കോസ് കോട്ടി. അതായത് മൈക്രോബയോളജി എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, ഓർഗാൻസത്തെ പറ്റി പറയാണ്.
അപ്പൊ നമ്മൾ ഇനി കുറച്ചധികം ഓർഗാനിസത്തിന്റെ പേര് പറയും. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ ഈ ഒരു ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഓർഗാനിസംസും സെയിം ആണ്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഓർഗാനിസംസ് ഒക്കെ ഇല്ലേ എന്താണെന്നറിയോ, മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ആണ്. അതായത് എന്താ പറയാ, കുറെ നാൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നൊരു ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടി ഇന്നൊരു മെഡിസിൻ യൂസ് ചെയ്യുന്നു. അത് യൂസ് ചെയ്താകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് അഡാപ്റ്റ് ആവും. അതുപോലെ വേറെ എന്താ പറയാ, ഓട്ടോമാറ്റിക്കലി ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഈ ബാക്ടീരിയനെ കൊല്ലാനായിട്ട് നോക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയ എന്താ പറയുന്നത്, കുറെ നാളുകൾക്ക് ശേഷം അതിനോട് അത് റെസിസ്റ്റന്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മൈക്രോബയോളജി നോക്കാം. ഇൻ ഷോർട്ട് ടേം കത്തീട്രൈസ്ഡ് പേഷ്യൻറ്റ്, അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഷോർട്ട് ടേം കത്തീട്രൈസ്ഡ്, അതായത് ഒരു സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ലോങ് ടേമും ഉണ്ട്. എന്താണ്, രണ്ട് ടൈപ്പ് ഉണ്ട്. ഷോർട്ട് ടേം കത്തീട്രൈസ്ഡ് പേഷ്യൻറ്റും അതുപോലെ തന്നെ ലോങ് ടേം കത്തീട്രൈസ്ഡ് പേഷ്യൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം കത്തീട്രൈസ്ഡ് പേഷ്യൻറ്റ് മോസ്റ്റ് കോട്ടി ആർ കോസ്ഡ് ബൈ മോണോ മൈക്രോബിയൽ, അതായത് മേ ബി ഒറ്റ മൈക്രോബിയൽ കാരണമായിരിക്കാം അതുണ്ടാവുന്നത്. ഓക്കെ, മേ ബി എന്നാണ് പറയുന്നത്. ഓക്കെ, കൂടുതലും ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ വഴി ഒക്കെയാണ് കിട്ടുന്നത്. ആൻഡ് പാത്തജൻ സച്ചസ് ഗ്രാം നെഗറ്റീവ് ബാസിലെ ഓർ എൻഡറോകോക്കെ ഒക്കെയാണ് അതിന് കാരണം ആക്കുന്നത്. അതായത് കത്തീഡ്രൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകുന്ന മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എൻഡറോകോക്കെ. എൻഡറോകോക്കെ, അതായത് അത് നമ്മൾ ഗ്രാം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാരണം നമുക്കത് ഓർത്തിരുന്നാൽ മതി. ഇൻഫെക്ഷൻ കൺട്രോളിൽ നമ്മൾ ആകെ പറയേണ്ടതാണ് എൻഡറോകോക്കെ. ഈക്കോള ഇസ് എ പ്രിഡോമിനന്റ് ഏജന്റ്. ഓക്കെ, ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ളത് ആരാണ്, ഈക്കോളൈ അല്ലെങ്കിൽ എസ്തെരീഷ്യ കോളൈ എന്ന് നമ്മൾ പറയും. ഓക്കെ, ആൻഡ് അതർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ബാസിലെ സച്ച് ആസ് ക്ലെപ്സില്ല, സ്യൂഡോമോണാസ് ആൻഡ് അസിനെറ്റോബാക്ടർ ആൻഡ് ഗ്രാം പോസിറ്റീവ് കോക്കെ സച്ച് ആസ് എൻഡ്രോകോക്കസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് ഓഫ് അതർ ഇൻഫെക്ഷൻ. അപ്പൊ ഷോർട്ട് ടേമിൽ വരുന്ന ബാക്ടീരിയാസ് ഏതൊക്കെയാണ്? പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ലോങ് ടേമിലും വരും. ഓക്കെ, ലോങ് ടേമിലും വരും. നമ്മൾ ഇനി പറയാൻ പോകുന്ന സർജിക്കൽ സൈറ്റ് എല്ലാത്തിലും വരും. പക്ഷെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ എന്താ, എൻഡ്രോകോക്കെ എന്താ പറയുന്നത്, ഇതൊരു എൻഡ്രോകോക്കയും അതിൽ വരുന്നുണ്ട്. ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ളത് ഈക്കോളയാണ്. ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ള ആരാണ്, ഈക്കോളൈ ബാക്ടീരിയ ആണ് ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ അസിനെറ്റോബാക്ടർ, ക്ലെപ്സില്ല, സ്യൂഡോമോണാസും ഉണ്ട്. ഇനി നമ്മൾ ലോങ് ടേം എന്ന് പറയുമ്പോൾ എന്താ, നമ്മളറിയാം ഷോർട്ട് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 30 ഡേയ്സ് ആണ്. ലെസ് ദാൻ 30 ഡേയ്സ് ആണ്. ആൻഡ് ലോങ് ടേം എന്ന് അവിടെ ഉദ്ദേശിക്കുമ്പോൾ എന്ന് വെച്ച് കഴിയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മോർ ദാൻ 30 ഡേയ്സ് ആണ്. എത്രയാണ്, മോർ ദാൻ 30 ഡേയ്സ് ആണ് ഈ ഒരു ലോങ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോട്ടി ആർ യൂഷ്വലി പോളിമൈക്രോബിയൽ. അപ്പോൾ ഷോർട്ട് ടേമിൽ എന്തായിരുന്നു, നമ്മൾ ഷോർട്ട് ലോങ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഷോർട്ടിൽ എന്തായിരുന്നു, മോണോ മൈക്രോബിയൽ ആയിരുന്നെങ്കിൽ ലോങ് ടേമിൽ പോളിമൈക്രോബിയൽ ആയിരുന്നു. അതായത് കുറേ ബാക്ടീരിയസ് അവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇൻ അഡീഷൻ ടു പാത്തജൻസ് ഓഫ് ഷോർട്ട് ടേം കാറ്റഗറൈസേഷൻ, അതായത് ഷോർട്ട് ടേം വഴിയാണ് ലോങ് ടേം ആവുന്നത്. അതായത് ആദ്യത്തെ 30 ദിവസം എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലോങ് ടേം ആവും. ആ സമയത്ത് കുറേ ബാക്ടീരിയസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് പ്രോട്ടിയസ്, ഏതൊക്കെയാണ്, പ്രോട്ടിയസ് പിന്നെ പ്രൊവിഡൻഷ്യ ആൻഡ് മോർഗനെല്ല, അതും എന്താണ് വരുന്നുണ്ട്. ഇനി അതിന്റെ പാത്തോജെനസിസ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല, ഒരിക്കലല്ല. കാരണം എന്താ പറയുന്നത്, അതൊരിക്കലും നമ്മൾ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് പോലെ തന്നെ പാത്തോജെനസിസ് എഴുതുന്ന ഒരു നിർബന്ധമില്ല ഇൻഫെക്ഷൻ കൺട്രോളിൽ. പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. There are 4 main entry points through which microorganism may reach the bladder in a catheterized patient. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 4 മെയിൻ എൻട്രി പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അതിന്റെ പാത്തോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിനെ പോലെ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എക്സ്ട്രാ ലൂമിനൽ ആൻഡ് ഇൻട്രാ ലൂമിനൽ സ്പ്രെഡ് ആണ്. അപ്പോൾ എക്സ്ട്രാ ലൂമിനൽ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ട്യൂബിന്റെ ഔട്ട്സൈഡ് വഴിയുള്ള സ്പ്രെഡും, ഇൻട്രാ ലൂമിനൽ എന്ന് പറയുന്നത് ട്യൂബിന്റെ ഉള്ളിലുള്ളത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വായിച്ചു വിടാം. The source of the infection in catheterized patient may include patient's endogenous flora, hands of healthcare personnel or inanimate object. അത് മനസ്സിലായല്ലോ. നമുക്കറിയാം asepsis is not maintained at the time of insertion or during maintenance of catheter. അവിടെ എന്താണ്, എക്സ്ട്രാ ലൂമിനൽ മൈഗ്രേഷൻ ഓഫ് ബാക്ടീരിയ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇൻസൈഡ് എന്ന് പറയുന്നത് if the drainage bag is open type or when the closed drainage system is breached, there is a risk of reflux of contaminated urine from the drainage bag. Okay, ഇതാണ് ഡ്രെയിനേജ് ബാഗ്. അപ്പോൾ ഈ ഡ്രെയിനേജ് ബാഗ് എന്താ പറയുന്നത്, 1/3 ഓഫ് പോർഷൻ എന്താ ഇൻഫെക്ഷൻ വരുന്നത് ഇതുവഴിയാണ്. ഓക്കെ, ഇനി
why indwelling catheter is a risk for UTI? The presence of urinary catheter is a single most important risk factor. The risk of developing COT is directly proportional to the duration of catheter. അതായത് ഇത്രേ ഉള്ളൂ, നമ്മൾ ടൈം അല്ല, നമ്പർ ഓഫ് ഡേയ്സ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, റിസ്കിന്റെ ചാൻസും അധികമായിരിക്കും. ഡേയ്സ് കൂടുമ്പോൾ അനുസരിച്ച് റിസ്കിന്റെ ചാൻസ് എന്തായിരിക്കും, അവിടെ അധികമായിരിക്കും. അപ്പോൾ വേറെ ഒന്ന്, urethral pressure and indwelling catheter exerts lateral urethral pressure causing decreased mucosal blood flow, urethral mucus disruption and impaired mucin secretion, altogether predisposed to infection. ഓക്കെ, ഇനിയാണ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് കോട്ടൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡ്യൂറേഷൻ ആണ് ഇവിടെ പറയുന്നത്. ലോങ് ടേം എന്ന് പറയുമ്പോൾ മോർ ദാൻ 30 days ആണ്, ആൻഡ് ഷോർട്ട് ടേം എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 30 days ആണ്. അപ്പോൾ ടൈപ്പ് ഓഫ് കത്തീറ്റർ മെറ്റീരിയൽ ആണ് അത്. ഓക്കെ, ലാറ്റക്സ് കത്തീറ്റർ ഹാസ് ഹയർ കോട്ടി റിസ്ക്, കോസസ് മോർ യൂറിത്രൈറ്റിസ്. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ എന്തായാലും എന്താണ്, ഇൻഫ്ലമേഷൻ ആയിരിക്കും അല്ലേ. ഓക്കെ, പിന്നെ സ്ട്രക്ചർ ഫോർമേഷൻ ആൻഡ് ഒബ്സ്ട്രക്ഷൻ ദാൻ സിലിക്കോൺ കത്തീറ്റേഴ്സ്. അപ്പോൾ ലാറ്റക്സ് കത്തീറ്റേഴ്സ് ആണ് കൂടുതലും എന്താണ് UTIയിൽ ഒരു ഇത് വരുന്നത്, എന്താ ലാറ്റക്സ് കത്തീറ്റർ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് പേഷ്യന്റ് റിലേറ്റഡ് റിസ്ക് ഫാക്ടേഴ്സും കെയർ ഗീവർ റിലേറ്റഡ് റിസ്ക് ഫാക്ടേഴ്സും ആണ്. അപ്പോൾ പേഷ്യന്റ് റിലേറ്റഡ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫീമെയിൽ ജെൻഡർ. ഓക്കെ, അപ്പോൾ ഫീമെയിൽ ജെൻഡർ എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഫീമെയിൽ ജെൻഡേഴ്സിന് കൂടുതലായിട്ട് റിസ്ക് ഫാക്ടേഴ്സ് വരാനുള്ള ചാൻസ് ഉള്ളത്? എന്താ, അവരുടെ യുറേത്ര ലോങ് ആണ്. ഓക്കെ, ഇനി ഫാക്ടർ അണ്ടർലൈങ് ഇൽനസ്, അതായത് വേറെ ഏതെങ്കിലും ഒരു ഇൽനസ് ഉണ്ടെങ്കിൽ അതുവഴി ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓൾഡർ ഏജ്, എബവ് 15 years, അതുപോലെ തന്നെ ഡയബറ്റിസ് മെലിറ്റസ്, പുവർ പേഴ്സണൽ ഹൈജീൻ, ഇൻകംപ്ലീറ്റ് എംപ്റ്റിങ് ഓഫ് ബ്ലാഡർ, ഫീക്കൽ ഇൻകോണ്ടിനൻസ്. ഇനി കെയർ ഗിവർ എന്ന് പറയുന്നത് ആരാ, നമ്മുടെ കെയർ ഗിവർ എന്ന് പറയുമ്പോൾ ആരാ, നേഴ്സസ്. ഓക്കെ, ആരാ, നമ്മൾ നേഴ്സുമാര് അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസ് ഒക്കെ എന്താണ്, കെയർ ഗിവേഴ്സ് ആണ്. ആകെ എല്ലാത്തിലും ഈ കെയർ ഗിവർ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അസെപ്റ്റിക് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ. ഈ അസെപ്റ്റിക് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഉണ്ടാവും, നമ്മുടെ ഹാൻഡ് ഹൈജീൻ വരും, അതുപോലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതായത് ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്താൽ ഡയറക്റ്റ് കൊണ്ടുപോയി കത്തീറ്റർ ഇടുവാണെങ്കിൽ ഓക്കെ, എവിടെ നിന്ന് ഇൻഫെക്ഷൻ വരുമെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് പേഷ്യന്റ് റിലേറ്റഡ് മനസ്സിലായി, കെയർ ഗിവർ റിലേറ്റഡ് മനസ്സിലായി. ഓക്കെ, ഇനിയുള്ളത് ലബോറട്ടറി ഡയഗ്നോസിസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വിൽ ബി ആസ്കിങ്. ഐ എം ഗിവിംഗ് യു 100% അഷ്യൂറൻസ്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലബോറട്ടറി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എന്ത് വഴിയാണ്, മീൻസ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലബോറട്ടറി എന്ന് പറയുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, അത് നമ്മൾ യൂഷ്വലി നമ്മൾ മൈക്രോബയോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കൾച്ചർ ചെയ്ത് നമുക്ക് എന്ത് ഓർഗാനിസം ആണ് നമുക്ക് അറിയാനായിട്ട് പറ്റും അല്ലേ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ. ഇനി 3 ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് കത്തീറ്റർ ക്രൈറ്റീരിയ, ക്ലിനിക്കൽ ക്രൈറ്റീരിയ ആൻഡ് യൂറിൻ കൾച്ചർ ക്രൈറ്റീരിയ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കത്തീറ്റർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് catheterized or history of recent catheterization within 48 hours. ഓക്കെ, അപ്പൊ നമ്മൾ കത്തീറ്റർ ഇട്ടിട്ട് 48 മണിക്കൂറിനകം നമ്മൾ എന്താണ് അവിടെ ഹിസ്റ്ററി കളക്ട് ചെയ്യണം. കാരണം എന്താ, അവിടെ ഇൻഫെക്ഷൻ വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ അസെപ്റ്റിക് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ക്ലിനിക്കൽ ക്രൈറ്റീരിയ, presence of at least one sign of symptoms of UTI such as fever, suprapubic tenderness, costovertebral angle pain, urinary urgency, frequency of dysuria. അതായത് ക്ലിനിക്കൽ ക്രൈറ്റീരിയ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഈ ഫീവർ, അതുപോലെ തന്നെ ടെൻഡർനെസ്, അതുപോലെ തന്നെ ഡിസ്യൂറിയ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഇൻഫെക്ഷന്റെ ഒരു ഇൻഡിക്കേഷൻസ് ആണ്. ഏതൊക്കെയാണ്, ഫീവർ കുറേ ഉണ്ട് കേട്ടോ, ഡിസ്യൂറിയ എന്ന് പറയുമ്പോൾ പെയിൻഫുൾ യൂറിനേഷൻ, അതുപോലെ തന്നെ അർജൻസി, അതായത് കത്തീറ്റർ ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ അതെന്താണ്, ഇൻഫെക്ഷന്റെ സൈൻ ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് യൂറിൻ കൾച്ചർ ക്രൈറ്റീരിയ. അപ്പോൾ നമ്മൾ കൾച്ചർ കിട്ടുന്നത് എന്തിനാ, അവിടെ ബാക്ടീരിയ ഉണ്ടോയെന്ന്, അതല്ലെങ്കിൽ ഇന്നൊരു ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ എൻട്രോകോക്കസ് ഉണ്ട് അല്ലെങ്കിൽ എസ്തെരീഷ്യ കോളി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ ഇൻഫെക്റ്റഡ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മോർ ദാൻ 10⁻³ CFU എന്ന് പറയുന്ന കോളനി ഫോമിംഗ് യൂണിറ്റ് ഇൻ സിംപ്റ്റമാറ്റിക് പേഷ്യൻസ് ആൻഡ് മോർ ദാൻ 10⁵ CFU per ml ഇൻ അസിംപ്റ്റമാറ്റിക് പേഷ്യൻറ്റ്. അതൊന്നുമില്ല. സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഫീവർ, അതുപോലെ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുകയാണ്, ഇൻഫെക്ഷന്റെ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ
നമ്മൾ ആ ഒരു ml വെച്ച് നോക്കിക്കഴിയുമ്പോൾ ആ ഒരു ml എത്രയാ 10⁻³ കോളനി ഫോമിങ്, അതായത് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി സിംറ്റംസ് ഒന്നും ഇല്ല, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന്. അങ്ങനെ വരുമ്പോൾ ഓരോ ml യൂറിൻ വെച്ച് അവിടെ എന്താണ് 10⁻⁵ കോളനി ഫോമിങ് യൂണിറ്റ് ഓഫ് ബാക്ടീരിയ. അതായത് നമ്മൾ ചിലപ്പോൾ പല ടൈപ്പ് ഓഫ് ബാക്ടീരിയസ് ആയിരിക്കും. കോളനി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെ ഗ്രൂപ്പ് ഇതൊരു ml ആണെന്ന് വെക്കുക. ഇവിടെ ഇങ്ങനെ കോളനി ആയിട്ട് ബാക്ടീരിയസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ ഇതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എന്താണ് കത്തീറ്റർ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ആണ് ക്രിപ്സി എന്ന് നമ്മൾ പറയും. ഓക്കെ, ക്രിപ്സി refers to the development of bloodstream infection in hospitalized patients which are attributed to the presence of central line as a source of infection and is not associated with any other secondary cause. There is another related terminology, it is central line catheter bloodstream infection. അപ്പോൾ എന്താണ് വേറൊരു റിലേറ്റഡ് ടെർമിനോളജി എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ കത്തീറ്റർ ലൈൻ എന്താ പറയുക ഇൻഫെക്ഷൻ. അപ്പോൾ സെൻട്രൽ ലൈനോ സെൻട്രൽ വീനസ് കത്തീറ്റർ ഇതുവഴി നമുക്ക് വരുന്ന ഇൻഫെക്ഷൻ, അതായത് ബ്ലഡ് വഴി വരുന്ന ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ സെൻട്രൽ ലൈൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് വേ ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് ഇന്റൻഡ് ലൈഫ് സ്പാൻ. എക്സാമ്പിൾ ടെമ്പററി ഓർ ഷോർട്ട് ടേം വേഴ്സസ് പെർമനന്റ് ഓർ ലോങ് ടേം. പിന്നെ ഈ സൈറ്റ് ഓഫ് ഇൻസേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ക്ലാവിയൻ ഇതെവിടെയാണെന്നൊക്കെ അറിയാലോ, സബ്ക്ലാവിയൻ, ഫെമോറൽ, ഇന്റേണൽ ജുഗുലർ, പെരിഫറൽ വെയിൻസ് ഒക്കെ ആയിരിക്കും അതിന്റെ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് വരുന്നത് ഫെമോറലിൽ ഇടുമ്പോഴാണ്. ഏറ്റവും കൂടുതൽ ക്രെപ്സി ഇല്ലേ, ഏറ്റവും കൂടുതൽ ക്രെപ്സി വരുന്നത് എവിടെയാണ്, ഫെമോറലിലാണ് ഏറ്റവും കൂടുതൽ ക്രെപ്സി അവിടെ വരുന്നത്. ഓക്കെ, ഇനി അതിന്റെ എപ്പിഡമോളജി വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി less than 3% of hospitalized patients require central line at some point during their stay. ഉറപ്പായിട്ട് സെൻട്രൽ ലൈൻ കത്തീറ്റേഴ്സ് എല്ലാ മിക്ക ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസിന് ആവശ്യമാണ്. ഓക്കെ, ആൻഡ് അതിൽ ഏകദേശം 3 to 8% ക്ലപ്സി, അതായത് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ വരും. ഓക്കെ, ഇനി പാത്തോജെനസിസ്. പാത്തോജെനസിസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ നേരത്തെ എക്സ്ട്രാ ലൂമിനൽ ഇൻട്രാ ലൂമിനൽ എന്ന് പറയുന്നല്ലോ, അതായത് ഔട്ട്സൈഡ് ദ ട്യൂബും അതുപോലെ തന്നെ ഇൻസൈഡ് ദ ട്യൂബും, ഉള്ളിൽ നിന്ന് വരാം അതുപോലെ തന്നെ പുറത്തുനിന്ന് വരാം. അപ്പോൾ ജസ്റ്റ് ആ പാത്തോജെനസിസ് ഞാൻ വായിക്കാം. മൈഗ്രേഷൻ ഓഫ് പേഷ്യന്റ് സ്കിൻ ഫ്ലോറ, അതായത് പേഷ്യന്റിന്റെ തന്നെ ഉള്ള ബാക്ടീരിയാസ്. ഓക്കെ, മൈഗ്രേഷൻ ഓഫ് പേഷ്യന്റ് സ്കിൻ ഫ്ലോറ അലോങ് ദ സർഫസ് ഓഫ് കത്തീറ്റർ വിത്ത് കോളനൈസേഷൻ ഓഫ് കത്തീറ്റർ ടിപ്പ്. അതായത് കത്തീറ്റർ ടിപ്പിൽ എന്താണ് പേഷ്യന്റ് സ്കിൻ ഫ്ലോറ എന്ന് പറയുന്ന ബാക്ടീരിയാസ് ഒക്കെ അവിടെ വരും. ഡയറക്റ്റ് കണ്ടാമിനേഷൻ ഓഫ് കത്തീറ്റർ ഇറ്റ്സ് ഹബ് ത്രൂ ദ ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അതായത് എന്താ പറയുന്നത്, നമ്മൾ കെയർ ഗീവേഴ്സ് നല്ലപോലെ അസെപ്റ്റിക് ടെക്നിക്ക് ഫോളോ ചെയ്യാതെ കത്തീറ്റർ ഇടുമ്പോൾ അവിടെയും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഹെമറ്റോജീനിയസ് റൂട്ട് ഫ്രം അതർ ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ, അതായത് വേറെ എന്തെങ്കിലും, അതായത് ടൈഫോയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് ഇൻഫെക്ഷൻസ് വരാം. ഓക്കെ, ഇനി എന്താണ്, ഇനി അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് റിസ്ക് ഫാക്ടേഴ്സ്. അതുപോലെ തന്നെ ഇതാണ് പേഷ്യൻ്റ് റിലേറ്റഡ്, അതായത് ഇമ്മ്യൂണിറ്റി കുറവുള്ള പേഷ്യൻസിന്, അതുപോലെ തന്നെ സിവിയർ അണ്ടർലൈങ് ഇൻലെറ്റ്സ്, ഹെമറ്റോളജിക് മാലിഗ്നൻസി, ക്യാൻസർ പേഷ്യൻസ്, അതുപോലെ ബേൺസ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് റിസ്ക്, അവർക്കൊക്കെ എന്താണ് ഭയങ്കര റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഓവറായിട്ട് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യും. അതായത് ആവശ്യമില്ലാത്ത സമയത്തും നമ്മൾ ഓവറായിട്ട് ക്ലോർഹെക്സിഡിന് പകരം, ക്ലോർഹെക്സിഡിന് അത്ര പ്രശ്നമില്ല, എന്നാൽ ഈ ആൽക്കഹോൾ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള നമുക്കും ഈ ഒരു സെൻട്രലൈസ്ഡ് കത്തീറ്ററൈസ്ഡ് ഇൻഫെക്ഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉള്ളത്, ക്ലിനിക്കൽ ക്രൈറ്റീരിയ, അതായത് ഒരു സൈനാണ്. ഓക്കെ, അവിടെ എന്താ ഫീവർ ഉണ്ടാവും, ചിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഒരു സെൻട്രൽ ലൈൻ കത്തീറ്റർ അവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫെമോറലിലോ സബ്ക്ലാവിയലിലോ ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫീവർ ഉണ്ടാവും. അപ്പം തന്നെ ഫീവർ ഉണ്ടാവും, അല്ലെങ്കിൽ BP കുറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പിന്നെ അതുപോലെ നമുക്കറിയാം അവിടെ നല്ല ചൂടായിരിക്കും. ഈ ചൂട്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IV ഒക്കെ ഇടുന്ന സമയത്ത് അവിടെ നല്ല ചൂട് ഇട്ട് കഴിയുമ്പോൾ നല്ല ചൂടാണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് അർത്ഥം. പിന്നെ സ്വെല്ലിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആൻറ്റിമൈക്രോബിയൽ തെറാപ്പി, ആൻറ്റിബയോട്ടിക് ലോക്ക് തെറാപ്പി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ആണ്. ഓക്കെ, അതായത് ഒത്തിരി നാളത്തേക്ക് വെന്റിലേറ്ററിൽ സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസിന് ഈ ഒരു ഇൻഫെക്ഷൻ വരാൻ ഭയങ്കര ചാൻസ് ഉണ്ട്, ന്യൂമോണിയ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇറ്റ് അക്കൗണ്ട്സ് ഫോർ 50 to 20% ഓഫ് ടോട്ടൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ.
ഓക്കെ, അപ്പം ഞാനിത് ഒത്തിരി ഓവറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് വേണ്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ളൂ. ഓക്കെ, എന്താ പറയുന്നത്, ഇതൊക്കെ ഈസി ആയിട്ടുള്ള പോർഷൻസ് ആയതുകൊണ്ടാട്ടോ ഓവർ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള വീഡിയോസ് തരാത്തത്. ഓക്കെ ഓക്കെ അപ്പോൾ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡെത്ത് അമംഗ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. കാരണം വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് മരിച്ചു പോകുന്നത് നമുക്കറിയാം. വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അത് ആളുടെ ജീവൻ ഒന്ന് ഒട്ടും ചാൻസ് ഇല്ലാത്ത പേഷ്യൻസിനെ നമ്മൾ വെന്റിലേറ്ററിൽ കൊടുക്കും, ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളെല്ലാം കൊടുക്കും. അങ്ങനത്തെ പേഷ്യൻസിന് എന്താണ് ഉറപ്പായിട്ടും ഈ ഇൻഫെക്ഷൻ വഴിയാണ് ഈ ഒരു ഡെത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ഇനിയുള്ളതാണ് മൈക്രോബയോളജി. ഇപ്പൊ ഈ ഒരു മൈക്രോബയോളജിയിൽ അവിടെ എന്താണ് നമുക്ക് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ, മെറ്റസിലിൻ സസെപ്റ്റബിൾ സ്റ്റഫൈലോകോക്കസ് ഓറസ് ഒക്കെ നമുക്ക് എന്താണ് ആ ഒരു വെന്റിലേഷൻ സമയത്ത് ഇങ്ങനത്തെ ബാക്ടീരിയാസ് ഒക്കെ കാണാനായിട്ട് പറ്റുമെങ്കിൽ അത് ഹൈ റിസ്ക് ആണ്. പിന്നെ ലേറ്റ് ഓൺസെറ്റ്, ഏർലി ഓൺസെറ്റിൽ ഇങ്ങനെയൊക്കെ കാണാം. ഡെവലപ്സ് ലെസ് ദാൻ 5 ഓർ മോർ ദാൻ 5 ഡേയ്സ് ആഫ്റ്റർ മെക്കാനിക്കൽ വെന്റിലേഷൻ. അപ്പോൾ അവിടെ എന്തൊക്കെ പാത്തജൻസ് ആണ്? പി അർജിനോസ, ആക്സിനറ്റോ ബാക്ടീരിയ ബൗമാനി. നമ്മൾ എസ്കാപ്പി എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എസ്കാപ്പി നമ്മൾ ആദ്യം ഒരു ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനിൽ എസ്കാപ്പി എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ വരുന്ന ഒരു പേരുകളാണ്. അപ്പം നമ്മൾ ഒരു ഏർലി, അതായത് നമ്മൾ ഈ ഒരു വെന്റിലേറ്റർ എന്താ പറയാ ഒരു 1-2 ദിവസമൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ഇൻഫെക്ഷൻ ആയെന്നാണ് അർത്ഥം. ഇനി കുറേ നാളുകൾക്ക് ശേഷമാണെങ്കിൽ അവിടെ എന്താണ് അർജനോസ, അതുപോലെ തന്നെ ഇക്കോളൈ, ക്ലെപ്സില്ല, മെത്തസിലിൻ റെസിസ്റ്റന്റ്, സ്റ്റഫൈലോകോക്കസ് ഓറസ് അതൊക്കെയാണ് ഉള്ളത്. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് എന്താണ് സോഴ്സ് എന്ന് പറയുന്നത്. എൻഡോജീനിയസ് ഉണ്ട്. എൻഡോജീനിയസ് എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡിൽ തന്നെയുണ്ട് ഉള്ളിൽ. എക്സോജീനിയസ് എന്ന് പറയുമ്പോൾ പുറത്ത്. അപ്പോൾ എൻഡോജീനിയസ് എന്ന് പറയുന്നത് പേഷ്യൻസ് ഓൺ ഓറോഫാജിൽ മൈക്രോബിയൽ ഫ്ലോറ. അപ്പോൾ ഓറോഫാരിഞ്ചിൽ അവിടെ എന്താണ് കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതുവഴി എന്താണ് നമുക്ക് ഈ ഒരു വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ വരാൻ ചാൻസ് ഉണ്ട്. എക്സോജീനിയസ് എന്ന് പറയുമ്പോൾ എയർ വഴി, അതുപോലെ വെള്ളം വഴി, അതുപോലെ തന്നെ റിയൂസബിൾ, ഈ നെബുലൈസ്ഡ് മെഡിക്കേഷൻ അതൊക്കെ വഴി ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതിന്റെ പാത്തജനസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടേഴ്സ്. ഇറ്റ് ഡിസ്റപ്റ്റ്സ് നോർമൽ സിലിയറി ക്ലിയറൻസ് ഓഫ് ബ്രോങ്കിയൽ സെക്രീഷൻ, ഇൻഹിബിറ്റ്സ് ദ കഫ് റിഫ്ലെക്സ്. പിന്നെ ഇത് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബയോഫിലിം. The organism begins to form biofilm both inside and outside endotracheal tube within a day of placement, which act as a reservoir of infection. അപ്പോൾ എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷനും ഉണ്ട്, ബയോഫിലിമും ഉണ്ട്. പിന്നെ കോളനൈസേഷൻ, ആ ഒരു എന്താ പറയുക ഫോളോയിങ് ഹോസ്പിറ്റലൈസേഷൻ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻറ്റ്, ദ നോർമൽ ഓറോഫാരിഞ്ചൽ ഫ്ലോറയിൽ വിറിഡൻ സ്ട്രെപ്റ്റോകോക്കെ ഹീമോഫിലസ് അനീറോബ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇതാണ് ആ ഒരു ഇറ്റി ട്യൂബ്. ഈ ഇറ്റി ട്യൂബിൽ എന്താ ഉള്ളിലും പുറത്തും എന്താ ഒരു ബയോഫിലിം ഒരു ഇത് ഉണ്ടാക്കും. അപ്പോൾ അവിടെ എന്താണ് കുറേ ബാക്ടീരിയക്കൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ സബ്ക്ലോട്ടിക് സെക്രീഷൻസ് അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ supine position facilitate micro aspiration. Therefore, patient should be put on semi-recumbent position. അപ്പോൾ ഇതൊക്കെ MCQന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സുപ്പൈൻ പൊസിഷൻ ഒക്കെ വരുമ്പോൾ എന്താ അവിടെ ആസ്പിരേഷൻ, മൈക്രോ ഓർഗാനിസംസ് എന്താണ് ലങ്സിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ ആസ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെമി റിക്യുബൻ പൊസിഷൻ, അതായത് 30 to 45 സെമി റിക്യുബൻ പൊസിഷൻ ആണ് നല്ലത്. പിന്നെ നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്, ക്രിട്ടിക്കൽ ഇൽനെസ് വിത്ത് കോമോർബിഡിറ്റീസ്, സ്ട്രെസ് അൾസർ പ്രൊഫിലാക്സിസ് അതൊക്കെ. പിന്നെ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ എന്താണ് ക്ലിനിക്കൽ പൾമണറി ഇൻഫെക്ഷൻ സ്കോർ സിസ്റ്റം ഇസ് എ സ്കോറിംഗ് സിസ്റ്റം ബേസ്ഡ് ഓൺ 6 പാരാമീറ്റേഴ്സ്: ക്ലിനിക്കൽ, റേഡിയോളജിക്കൽ ആൻഡ് മൈക്രോബിയൽ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്ന് നോക്കാം. അപ്പോൾ 2 രീതിയിലുണ്ട്. ഡിവൈസ് റിലേറ്റഡും ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർവീൻ റിലേറ്റഡും ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഡിവൈസ് റിലേറ്റഡ്. ഇനി പേഷ്യൻറ്റ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നല്ല ഏജ് ഉള്ള പേഷ്യൻസിനാണെങ്കിൽ ഉറപ്പാണ് നമുക്കറിയാം ഏജ് കൂടുന്തോറും നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമുക്ക് വേണ്ട നോർമൽ ഡെവലപ്മെന്റ് ഒക്കെ അവിടെ കുറയാണ്. പിന്നെ അതുപോലെ ഹോസ്പിറ്റലൈസേഷൻ, സുപ്പൈൻ പൊസിഷനിൽ കിടക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഉറപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എന്താണ് മൈക്രോ ആസ്പിരേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ COPD, പേഷ്യൻ്റ് വിത്ത് കോമ, ഇമ്മൊബിലൈസേഷൻ, ബേൺസ്. ഇനി നമ്മളെന്താണ് എപ്പോഴും നമ്മൾ ഓവറായിട്ട് ആൽക്കഹോൾ ബേസ്ഡ് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ
അസെപ്റ്റിക് ടെക്നിക്ക് ഫോളോ ചെയ്തില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് ജസ്റ്റ് ഒന്നോടെ നോക്കാം. നമ്മളിന്ന് നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും കത്തീറ്റർ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ആണ്. പിന്നെ വെന്റിലേറ്റർ അസോസിയേറ്റിന്റെ ബാക്കി നമ്മൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ നാളെ തീർക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൈക്രോബയോളജിയിലേക്ക് പോകട്ടെ. മൈക്രോബയോളജി ഇമ്മ്യൂണിറ്റിയിലേക്കും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ ഞാൻ പറയാം, ആൻഡ് ഐ എം ഫോർ ഗിവിങ് സോ ബാഡ്ലി. എനിക്കറിയാം പുറത്ത് ഡിസ്ട്രാക്ഷൻസ് ഒരുപാടുണ്ടാവും. പക്ഷെ എന്താണ്, എനിക്ക് ക്ലാസ് എടുക്കണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസ്ട്രാക്ഷനിൽ നിന്ന് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം ടു കോമെന്റ് ബിലോ. കാരണം ഇത് എന്താ പറയുക, ഇറ്റ്സ് എ ഫ്രീ ഓപ്പൺ സോഴ്സ്. അപ്പോൾ നമുക്ക് നാളെ ബാലൻസ് ചെയ്തിട്ട് ഇതിലെടുക്കാം. ഓക്കെ, ആൻഡ് എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ ഐ എം സോ സോറി. അപ്പോൾ താങ്ക് യു.